ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിത്യാവിനെ പറഞ്ഞയക്കോ? എങ്ങോട്ട്? ജ്യോതിയുടെ കല്യാണം കഴിയുമ്പോ എന്നാ ജ്യോതിനോട് പറഞ്ഞു വിടോ? നാളെ മനുവിന്റെ വീട്ടിൽ നിന്നും അവന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. മനുവിന്റെയും ജ്യോതിയുടെയും വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയാ അവരുടെ വരവ്. രണ്ടുപേരും അവിടെ ഉണ്ടാവണം. നമ്മളെല്ലാവരും കൂടി ചേർന്ന് വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ. അമ്മാവൻ വരും. നാളെ എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അത് മാറ്റിവെക്കാൻ പറ്റില്ല. അത്യാവശ്യ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതല്ലേ? അങ്ങോട്ട് വരാതിരിക്കാൻ അല്ലേ ഹരി? അല്ല, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ജ്യോതിയുടെ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അല്ല, അതവൻ പറയുന്നത് സത്യവാ. മനുവും ജ്യോതി അന്വേഷിച്ച് വരുന്ന മുതലേ മിക്കവാറും എല്ലാ നേരത്തും ഇവന്റെ സംസാരം അത് തന്നെയാ. എന്നിട്ട് ആ ഉത്സാഹം ഹരിയിൽ കാണുന്നില്ലല്ലോ. എടോ ഹരി, നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലൂടെയും ജീവിതം പല രീതിയിലാണ് കടന്നു പോകുന്നത്. താൻ പാടവരമ്പിലും നാട്ടിൻപുറത്തും കണ്ട ജീവിതമല്ല ഞാൻ നിത്യേനെ കാണാറുള്ളത്. അതൊരു തരം മരവിച്ച ലോകമാണ്. ഈ പട്ടാളക്കാരുടെ ജീവിതം തനിക്കറിയാലോ, പ്രത്യേകിച്ച് അതിർത്തിയില്. മരണം കണ്ട് മരവിക്കും. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങ് നാട്ടില് നമ്മളെ കാത്തൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തോട് മുഴുവൻ സ്നേഹമുണ്ട്. അവിടെ ശുദ്ധവായു മാത്രമേ ഉള്ളൂ എന്ന പ്രതീക്ഷ ഉണ്ടാ. ചില സങ്കടങ്ങളൊക്കെ വരട്ടടോ. അത് നീന്തിക്കിടന്ന് ജീവിതത്തെ നേരിടുമ്പോ വല്ലാത്തൊരു ഉണർവായിരിക്കും. തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എന്തായാലും ജ്യോതിയുടെ കാര്യം ഒന്ന് കഴിയട്ടെ. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമുക്കൊരു തീരുമാനം എടുക്കാം. അല്ല, നിങ്ങൾ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയോരിക്കൂ. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവും. രഘുവേട്ട, ഇന്ന് നമുക്ക് ഇറങ്ങിയാലോ? ഹരി, നാളെ മനുവിന്റെ അച്ഛനും അമ്മയും വരുമ്പോ തന്നെ ഒരു ജോലിസിനെ കൂടി വിളിക്കാമെന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ ആരാ വിശ്വസ്തനായ ഒരാള് നമുക്കൊന്ന് വിളിക്കാൻ? അത് ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തോളാം. താങ്ക്സ്. അപ്പൊ വരട്ടെ. വാ. എന്താ വരുന്നു മോനെ ഹരി? എന്നോട് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ ജ്യോതിക്ക് ഒരു ഏട്ടനും കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മാവ, അമ്മാവൻ എവിടെ പോണം? എല്ലാത്തിലും പങ്കെടുക്കണം. അല്ല, അപ്പൊ നീ എവിടെ പോണു? ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതന്നെ നല്ലത്. എന്തിന്? ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ, ജ്യോതി ആന്റിയുടെ കല്യാണം കഴിയുമ്പോ ആദ്യം ജ്യോതി ആന്റിയുടെ കൂടെ പോവോ? ഞാൻ എന്തിനാ പോകുന്നേ? ആദ്യ ജ്യോതി ആന്റി പ്രസവിച്ചതല്ലേ, അപ്പൊ ജ്യോതി ആന്റിയുടെ കൂടെയല്ലേ പോവേണ്ടത്? അങ്ങനെയാണെങ്കിൽ നീ വീണ ആന്റീനോടെ പോകാത്തത് എന്താ?
എന്തിനാ എന്റെ നിത്യാമ്മ അമ്മേന്ന് വിളിക്കുന്നേ? അത് ഞാൻ ഒരിടത്തും പോകുന്നില്ല. എന്റെ അമ്മ നിത്യാമ്മയാ. നിത്യാമ്മ എന്നെ ആർക്കും വിട്ടുകൊടുക്കേയില്ല. ആദ്യ പോവണ്ട. ആദ്യ പോയാ പിന്നെ എനിക്കാരാ കൂട്ട്? ഇപ്പൊ എനിക്ക് ആദ്യയുടെ കൂടെ നടക്കാം, കളിക്കാം, ഒന്നിച്ച് പഠിക്കാം. ആദ്യ പോയാ പിന്നെ ഒരു രസവും ഉണ്ടാവില്ല. ഞാൻ പോകുന്നില്ലല്ലോ. എനിക്ക് വേറെ ആരും വേണ്ട. ആര് പറഞ്ഞാലും ഞാൻ പോകേയില്ല. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ആദ്യം നിത്യാമ്മയോട് പറ ആദ്യനെ പറഞ്ഞയക്കരുതെന്ന്. ഞാൻ അച്ഛനോട് പറയാം. അച്ഛൻ പറഞ്ഞാ നിത്യാമ്മ കേക്കുമല്ലോ. ശരി, നീ വാ. ആദിയുടെ അച്ഛൻ സബ് കളക്ടർ ആണല്ലേ? ആദിക്കിനി സ്കൂളിൽ നല്ല വെയിറ്റ് ആയിരിക്കല്ലോ. കളക്ടറിന്റെ മോനല്ലേ? ഞാൻ അങ്ങനൊന്നും ആരോടും പറയില്ല. എന്റെ അമ്മ നിത്യാമ്മ തന്നെയാ. ഞാൻ വേറൊന്നും പറയുന്നില്ല. നീ നടക്ക്. ഞാനെന്നാ പോട്ടെ ആദി. നിത്യാമ്മയോട് ചോദിക്കല്ലോ. ആ, കല്യാണി അച്ഛനോടും പറയണേ. ഞാൻ പറയാം. അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്യാം. എന്നാ ശരി. ടാറ്റാ. നിത്യാമ്മ, നിത്യാമ്മ. ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ ഇതുവരെ? ഇല്ല. അതെന്താ ഇത്രയും നേരമായിട്ട് ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല. എന്താ കാരണം? നിത്യാമ്മനെ പറഞ്ഞയക്കോ? എങ്ങോട്ട്? ജ്യോതിയുടെ കല്യാണം കഴിയുമ്പോ എന്നെ ജ്യോതിന്റെ കൂടെ പറഞ്ഞു വിടോ? അയാളില്ലേ, ആ ജ്യോതിയെ കാണാൻ വന്ന ആള്, കളക്ടർ. അയാളെന്നല്ല, അത് മോന്റെ അച്ഛനാ. എനിക്കങ്ങനെ ആരും വേണ്ട നിത്യാമ്മ. എനിക്ക് ജ്യോതിയുടെ കൂടെ പോവാൻ വേണ്ട. ആര് പറഞ്ഞാലും നിത്യാമ്മ എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് പറ നിത്യാമ്മ. നിത്യാമ്മ വാരിത്തരാതെ ഞാനെങ്ങനെയാ ഭക്ഷണം കഴിക്കുക? നിത്യാമ്മയുടെ കൂടെയുള്ളോണ്ട് ഞാനെങ്ങനെയാ ഉറങ്ങാ? അതൊക്കെ നമുക്ക് നാളെ നേരം എടുത്തിട്ട് ആലോചിക്കാം. അമ്മയുടെ മോൻ പോയി കിടന്നുറങ്ങ. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ അറിയണം.